കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 11. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 1957 നടന്ന കേരളത്തിലെ പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 വനിതകൾ പ്രമുഖ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തുണ്ടായിരുന്നു. ഇവരിൽ 6 പേർ വിജയശ്രീ ലാളിതരായി. കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഖാവ് KO ഐഷ ബീവിയും, കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായി ചേർത്തലയിൽ മത്സരിച്ച സഖാവ് KR ഗൗരിയും, കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായി ദേവികുളം മണ്ഡലത്തിൽ മത്സരിച്ച സഖാവ് റോസമ്മ പുന്നൂസും, കാരിക്കോട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീമതി കുസുമം ജോസഫും, കോഴിക്കോട് 1 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീമതി ശാരദാ കൃഷ്ണനും, കുന്നമംഗലം നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീമതി ലീല ദാമോദര മേനോനും കേരളത്തിന്റെ പ്രഥമ നിയമസഭയിലേക്ക് ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻനിര നേതാക്കൾക്കൊപ്പം കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ സഖാവ് P ഗോവിന്ദപിള്ള പെരുമ്പാവൂരിൽ നിന്നും, സഖാവ് N ശിവൻപിള്ള വടക്കൻ പറവൂരിൽ നിന്നും, സഖാവ് TK രാമകൃഷ്ണൻ ഇന്നത്തെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിന്റെ പൂർവാശ്രമമായ കണയന്നൂരിൽ നിന്നും, നാടകകൃത്തും പിൽക്കാലത്ത് പ്രശസ്ത തിരക്കഥാകൃത്തും സിനിമാ സംവിധായകനുമായി മാറിയ സഖാവ് P ഭാസ്കരപിള്ള എന്ന സാക്ഷാൽ തോപ്പിൽ ഭാസി പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും, സഖാവ് E ചന്ദ്രശേഖരൻ നായർ കൊട്ടാരക്കരയിൽ നിന്നും, സഖാവ് R സുഗതൻ കാർത്തികപ്പള്ളിയിൽ നിന്നും, സഖാവ് വിളിയം ഭാർഗവൻ ചടയമംഗലത്ത് നിന്നും 1957 പ്രഥമ നിയമസഭയിലേക്ക് ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇവർക്കൊപ്പം കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളായ ശ്രീ A റഹീം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും, ശ്രീ PT ചാക്കോ വാഴൂർ മണ്ഡലത്തിൽ നിന്നും, ശ്രീ അലക്സാണ്ടർ പറമ്പിത്തറ പള്ളുരുത്തി മണ്ഡലത്തിൽ നിന്നും, ശ്രീ KK വിശ്വനാഥൻ മട്ടാഞ്ചേരി മണ്ഡലത്തിൽ നിന്നും, ശ്രീ KC എബ്രഹാം മാസ്റ്റർ ഞാറയ്ക്കൽ മണ്ഡലത്തിൽ നിന്നും, ശ്രീ AL ജേക്കബ് എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും, ശ്രീ TO ബാബ ആലുവയിൽ നിന്നും 1957 കേരളത്തിന്റെ പ്രഥമ നിയമസഭയിലേക്ക് ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച 19 പേരിൽ 8 പേർ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കേരള നിയമസഭയിലെത്തി. പ്രമുഖ ലീഗ് സ്ഥാനാർത്ഥികളായി സ്വതന്ത്ര ചിഹ്നങ്ങളിൽ മത്സരിച്ച CH മുഹമ്മദ് കോയ താനൂരിൽ നിന്നും, ഔക്കാദർകുട്ടി നഹ തിരൂരങ്ങാടിയിൽ നിന്നും, ചാക്കേരി അഹമ്മദ് കുട്ടി എന്ന C അഹമ്മദ് കുട്ടി കുറ്റിപ്പുറത്ത് നിന്നും, MP അഹമ്മദ് കുരിക്കൾ കൊണ്ടോട്ടിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. 1957 പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 62 സീറ്റുകളിൽ മത്സരിച്ച പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ PSP 9 മണ്ഡലങ്ങളിൽ വിജയം വരിച്ചു. പാർട്ടിയുടെ ദേശീയ നേതാവും തിരുവിതാംകൂറിന്റെ പ്രഥമ പ്രധാനമന്ത്രിയും തിരുകൊച്ചിയുടെ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ പട്ടം താണുപിള്ള തിരുവനന്തപുരം 2 നിന്നും, ശ്രീ പൊന്നറ G ശ്രീധർ വിളപ്പിൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും, ശ്രീ EP ഈപ്പൻ തിരുവനന്തപുരം 1 നിന്നും, ശ്രീ KM ജോസഫ് ചാഴിക്കാട് അഥവാ ജോസഫ് ചാഴിക്കാടൻ പുളിയന്നൂർ മണ്ഡലത്തിൽ നിന്നും, ശ്രീ K ചന്ദ്രശേഖരൻ ഹോസ്തൂർക്ക് മണ്ഡലത്തിൽ നിന്നും, ശ്രീ P രാമുണ്ണിക്കുറുപ്പെന്ന PR കുറുപ്പ് കൂത്തുപറമ്പിൽ നിന്നും, ശ്രീ M നാരായണക്കുറുപ്പ് ബാലുശ്ശേരിയിൽ നിന്നും 1957 പ്രഥമ നിയമസഭയിലേക്ക് PSP സ്ഥാനാർത്ഥികളെന്ന നിലയിൽ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിലെ പ്രഥമ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിവിധ പാർട്ടികളിൽ നിന്നും മത്സരിച്ച നിരവധി പ്രമുഖ നേതാക്കൾ പരാജയത്തിന്റെ രുചിയറിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് നേതാവായ സഖാവ് KV സുരേന്ദ്രനാഥ് വിളപ്പിൽ മണ്ഡലത്തിലും, PSP നേതാവ് ശ്രീ P വിശ്വംഭരൻ നേമം മണ്ഡലത്തിലും, മുൻ MLAയും MPയുമായ സഖാവ് ഡോക്ടർ A സമ്പത്തിന്റെ പിതാവ് സഖാവ് K അനിരുദ്ധൻ തിരുവനന്തപുരം 2ലും,
കോൺഗ്രസിന്റെ വനിതാ നേതാവ് എ നഫീസ ബീവി ആലപ്പുഴ മണ്ഡലത്തിലും പരാജയത്തിന്റെ രുചിയറിഞ്ഞു. അതുപോലെ ഇപ്പോഴത്തെ CPIയുടെ പാർട്ടി സെക്രട്ടറിയായ സഖാവ് ബിനോയ് വിശ്വത്തിന്റെ പിതാവ് സഖാവ് CK വിശ്വനാഥൻ വൈക്കം മണ്ഡലത്തിൽ പരാജയമടഞ്ഞു. 1952 ഇന്ത്യയുടെ പ്രഥമ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്നും KMPP അഥവാ കിസാൻ മസ്ദൂർ പ്രജാ പരിഷത്ത് എന്ന ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ച ശ്രീ അച്യുതൻ ദാമോദര മേനോൻ എന്ന KA ദാമോദര മേനോൻ 1957 പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പെരുമ്പാവൂരിൽ മത്സരിച്ചെങ്കിലും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ സഖാവ് P ഗോവിന്ദപിള്ളയിൽ നിന്നും കനത്ത പരാജയം ഏറ്റുവാങ്ങി. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കുഴൽമന്ദത്ത് മത്സരിച്ച അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി ലീല ദാമോദര മേനോൻ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കേരളത്തിന്റെ പ്രഥമ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോഴത്തെ അങ്കമാലി നിയമസഭാ മണ്ഡലത്തിന്റെ പൂർവാശ്രമമായ കോതകുളങ്ങരയിൽ മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് യുവനേതാവ് സഖാവ് AP കുര്യൻ തന്റെ കന്നി അംഗത്തിൽ കോൺഗ്രസ് നേതാവ് ശ്രീ MA ആന്റണിയിൽ നിന്ന് കനത്ത പരാജയം ഏറ്റുവാങ്ങി. കേരളപ്പിറവിക്ക് മുൻപ് 1952 ഇന്ത്യയിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ അങ്കമാലി നിയോജക മണ്ഡലത്തിന്റെ പൂർവ്വരൂപമായ കോതകുളങ്ങരയിൽ നിന്നും തിരുകൊച്ചി നിയമസഭയിലേക്ക് മത്സരിച്ച് ശ്രീ പഞ്ഞിക്കാരൻ കുഞ്ഞിത്തമ്മനോട് പരാജയപ്പെട്ട കോൺഗ്രസ് നേതാവ് ശ്രീ MA ആന്റണി 1954 തിരുകൊച്ചിയുടെ അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ എതിർ സ്ഥാനാർത്ഥി ശ്രീ KV പരമേശ്വരനെ 12,981 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി. പോൾ ചെയ്ത വോട്ടുകളിൽ 21,774 വോട്ടുകൾ നേടി ശ്രീ ആന്റണി വിജയിച്ചപ്പോൾ 8,793 വോട്ടുകൾ മാത്രം സ്വരൂപിക്കാൻ കഴിഞ്ഞ എതിർ സ്ഥാനാർത്ഥി ശ്രീ KV പരമേശ്വരൻ 42.74% വോട്ടുകളുടെ വ്യത്യാസത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു. 37,50,000 മാത്രം ജനസംഖ്യയുണ്ടായിരുന്ന തിരുകൊച്ചിയുടെ ഈ ശതമാനക്കണക്ക് തികച്ചും അമ്പരപ്പിക്കുന്നതാണ്. കേരളപ്പിറവിക്ക് ശേഷം 1957 നടന്ന പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്കമാലി നിയമസഭാ മണ്ഡലത്തിന്റെ പൂർവാശ്രമമായ കോതകുളങ്ങരയിൽ മത്സരിച്ച 25 വയസ്സുകാരനായ കമ്മ്യൂണിസ്റ്റ് യുവനേതാവ് സഖാവ് AP കുര്യനെ കോൺഗ്രസ് നേതാവ് ശ്രീ MA ആന്റണി അതിദയനീയമായി പരാജയപ്പെടുത്തി. പോൾ ചെയ്ത വോട്ടുകളിൽ 24,133 വോട്ടുകൾ ശ്രീ MA ആന്റണി കരസ്ഥമാക്കിയപ്പോൾ ഏതാണ്ട് അതിൻ്റെ നേർപകുതിയെന്ന് പറയാവുന്ന 15,246 വോട്ടുകൾ മാത്രമേ സഖാവ് AP കുര്യന് കേരളത്തിന്റെ വത്തിക്കാൻ എന്നറിയപ്പെടുന്ന അങ്കമാലിയിൽ നിന്നും സമാഹരിക്കാൻ കഴിഞ്ഞുള്ളൂ. 1960 സഖാവ് AP കുര്യനെ 65.93% വോട്ടുകളുടെ വ്യത്യാസത്തിൽ സിറ്റിംഗ് MLA ആയ ശ്രീ MA ആന്റണി രണ്ടാം വട്ടവും പരാജയപ്പെടുത്തി. പോൾ ചെയ്ത വോട്ടുകളിൽ 38,680 വോട്ടുകൾ ശ്രീ ആന്റണി കരസ്ഥമാക്കിയപ്പോൾ സഖാവ് AP കുര്യന് ലഭിച്ചത് 19,872 വോട്ടുകൾ മാത്രമായിരുന്നു. കേരളത്തിലെ 1.25 കോടി ജനസംഖ്യയിൽ വോട്ടവകാശം അപ്പോഴും സാർവത്രികമായിരുന്നില്ല എന്ന് വ്യക്തം. ഇത്തരം പരാജയങ്ങൾക്ക് സമാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളായ സഖാവ് V രാഘവൻ ഒല്ലൂരിലും സഖാവ് EK ഇമ്പിച്ചി ബാവ പൊന്നാനിയിലും അവിശ്വസനീയമായ പരാജയം ഏറ്റുവാങ്ങി. പൊന്നാനി ദ്വയാംഗ മണ്ഡലത്തിലെ പൊതുവിഭാഗത്തിൽ മത്സരിച്ച് യഥാർത്ഥത്തിൽ വിജയശ്രീ ലാളിതനായ സഖാവ് ഇമ്പിച്ചി ബാവ ദ്വയാംഗ മണ്ഡല വ്യവസ്ഥകളുടെ നിയമക്കുരുക്കിൽപ്പെട്ട് പരാജിതനായി പ്രഖ്യാപിക്കപ്പെടുകയാണുണ്ടായത്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദ്വയാംഗ മണ്ഡലങ്ങൾ ആരംഭിച്ചത്. ദ്വയാംഗ മണ്ഡല സംവിധാനം തികച്ചും സങ്കീർണമായിരുന്നു. ഈ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക്
2 വോട്ടുകൾ രേഖപ്പെടുത്താം. ഒരു വോട്ട് പട്ടികജാതി വിഭാഗത്തിലെ സ്ഥാനാർത്ഥിക്കും, മറ്റൊന്ന് പൊതുവിഭാഗം സ്ഥാനാർത്ഥിക്കും. പാർട്ടികൾ പട്ടികജാതി വിഭാഗത്തിലും പൊതുവിഭാഗത്തിലുമായി 2 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും. എന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ തീരുമാനിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തി. 2 MLA-മാരിൽ ഒരാൾ നിർബന്ധമായും പട്ടികജാതിക്കാരനാകും. അതേസമയം രണ്ടാമത്തെയാൾ പൊതുവിഭാഗത്തിൽ നിന്നാകണമെന്നില്ല. മണ്ഡലത്തിൽ വോട്ടുകളുടെ എണ്ണത്തിൽ ഒന്നാമതും രണ്ടാമതും പട്ടികജാതിക്കാരാണെങ്കിൽ ഇരുവരും തിരഞ്ഞെടുക്കപ്പെടും. പൊന്നാനിയിലെ ഫലമാണ് ഇതിന് മികച്ച ഉദാഹരണം. ഇവിടെ കോൺഗ്രസിലെ പട്ടികജാതി വിഭാഗം സ്ഥാനാർത്ഥിയായ ശ്രീ കുഞ്ഞമ്പു കല്ലായൻ ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ നിന്ന് 22,784 വോട്ടുകൾ സമാഹരിച്ച് ഒന്നാമതെത്തി. കുഞ്ഞമ്പു കല്ലായന്റെ മുഖ്യ എതിരാളിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പട്ടികജാതി വിഭാഗം സ്ഥാനാർത്ഥി സഖാവ് ET കുഞ്ഞൻ പോൾ ചെയ്ത വോട്ടുകളിൽ നിന്ന് 20,535 വോട്ടുകൾ സമാഹരിച്ച് രണ്ടാമതെത്തി. ഇവർക്കൊപ്പം മത്സരിച്ച പൊതുവിഭാഗം സ്ഥാനാർത്ഥികളിൽ ഒന്നാമതെത്തിയത് സഖാവ് ഇമ്പിച്ചി ബാവയായിരുന്നു. എന്നാൽ ഇമ്പിച്ചി ബാവയ്ക്ക് ലഭിച്ചത് 18,793 വോട്ടുകളായിരുന്നു. ഇവിടെ വോട്ടുകളുടെ എണ്ണത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിലെത്തിയ പട്ടികജാതി വിഭാഗത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ കുഞ്ഞമ്പു കല്ലായനും കല്ലായന്റെ എതിർ സ്ഥാനാർത്ഥിയായ സഖാവ് ET കുഞ്ഞനും MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുവിഭാഗത്തിൽ മത്സരിച്ച് വിജയിച്ച സഖാവ് ഇമ്പിച്ചി ബാവ അങ്ങനെ സാങ്കേതികമായ കാരണങ്ങളാൽ പരാജയപ്പെട്ടു. ദ്വയാംഗ മണ്ഡലമെന്ന നിലയിൽ കൂടുതൽ വോട്ട് കിട്ടിയ പട്ടികജാതി വിഭാഗം സ്ഥാനാർത്ഥി തോൽക്കുകയും കുറഞ്ഞ വോട്ട് കിട്ടിയ പൊതുവിഭാഗം സ്ഥാനാർത്ഥി ജയിക്കുകയും അരുത് എന്ന നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് രീതി. എന്നാൽ സ്വന്തം പാർട്ടിയിലെ പട്ടികജാതി വിഭാഗം സ്ഥാനാർത്ഥി കൂടുതൽ വോട്ട് നേടിയാൽ പൊതുവിഭാഗം സ്ഥാനാർത്ഥി പരാജയപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചത് അനഭിലഷണീയ പ്രവണതകളുണ്ടാക്കി. ഇതോടെ ദ്വയാംഗ മണ്ഡല സംവിധാനം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി. 1957 പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുണ്ടായിരുന്ന 114 മണ്ഡലങ്ങളിൽ 12 ദ്വയാംഗ മണ്ഡലങ്ങളായിരുന്നു. വർക്കല, തൃക്കടവൂർ, കുന്നത്തൂർ, ദേവികുളം, വടക്കാഞ്ചേരി, ചാലക്കുടി, ചിറ്റൂർ, മങ്കട, മഞ്ചേരി, വയനാട്, പൊന്നാനി, മാവേലിക്കര, നീലേശ്വരം എന്നിവയായിരുന്നു 1957 ദ്വയാംഗ മണ്ഡലങ്ങൾ. കേരളത്തിന്റെ പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സ്വതന്ത്രരുടെ പിന്തുണയടക്കം 65 സീറ്റുകൾ ലഭിച്ചതിനാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ രൂപീകരണത്തിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു. സഖാവ് MN ഗോവിന്ദൻ നായരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. സഖാവ് TV തോമസ്, C അച്യുതമേനോൻ തുടങ്ങിയ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യം ഉയർന്നു വന്നത്. സഖാവ് TV തോമസിന്റെ പേരിനായിരുന്നു പ്രാമുഖ്യം. കേരളപ്പിറവിക്ക് മുൻപുള്ള തിരുക്കൊച്ചി സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു സഖാവ് TV തോമസ്. 1954 മുതൽ 1956 വരെ പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം വഹിച്ച അഖില തിരുവിതാംകൂർ ട്രേഡ് യൂണിയൻ സെക്രട്ടറി, ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാൻ, തിരുക്കൊച്ചി നിയമസഭാംഗം, സർവോപരി അനിഷേധ്യനായ ജനനായകൻ എന്നീ നിലകളിൽ നിസ്തുലവും നിസ്വാർത്ഥവുമായ സേവനമനുഷ്ഠിച്ച കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. എന്നാൽ പാർട്ടി സെക്രട്ടറിയായ സഖാവ് MN ഗോവിന്ദൻ നായർ ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വം കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രി എന്ന മഹനീയ പദവിയിലേക്ക് ഐകകണ്ഠ്യേന നിർദ്ദേശിച്ചത് മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യനും മഹാരഥനും സർവോപരി കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയാണ്.